കഴിഞ്ഞ ദിവസം IPL 2026 സീസണിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരശേഷം മുംബൈ ഇന്ത്യൻസിനോട് പരാജയപ്പെട്ടതിന് പിന്നാലെ കൊൽക്കത്തയുടെ ക്യാപ്റ്റനായ അജിങ്ക്യ രഹാനെയോട് മീഡിയ പ്രതിനിധികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. 25.2 കോടി രൂപയ്ക്ക് ടീമിലെത്തിച്ച ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ എന്തുകൊണ്ടാണ് പന്തെറിയാത്തത് എന്നായിരുന്നു ആ ചോദ്യം. ഇപ്പോൾ ആ ചോദ്യത്തിനുള്ള കൊൽക്കത്ത നായകനായ രഹാനെയുടെ ഉത്തരം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ്. ആന്ധ്ര റസലിന്റെ പകരക്കാരനായ ടീമിൽ എത്തിച്ച ഗ്രീൻ മുംബൈക്കെതിരായ മത്സരത്തിൽ ഒരു ഓവർ പോലും എറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് പന്ത് നൽകിയിരുന്നില്ല. ബാറ്റിങ്ങിലും അദ്ദേഹം തിളങ്ങിയിരുന്നില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം മോശം ഫോമിലാണ് താനും. ഇക്കഴിഞ്ഞ T20 ക്രിക്കറ്റ് ലോകകപ്പിലൊക്കെ ഏറ്റവും നിരാശപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളായിരുന്നു കാമറൂൺ ഗ്രീൻ. അതിനൊപ്പം തന്നെ ഓസ്ട്രേലിയ ആ ഒരു സീരീസിൽ തുടക്കത്തിൽ തന്നെ അവർ പ്ലേ ഓഫിൽ പോലും അല്ലെങ്കിൽ നോക്കൗട്ടിൽ പോലും എത്താതെ പരാജയപ്പെടുന്നതും നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ ആഷസിലും പരാജയമായിരുന്നു കാമറൂൺ ഗ്രീൻ. അങ്ങനെ മൊത്തത്തിൽ ഫോമൗട്ടിൽ നിൽക്കുന്ന താരത്തിനാണ് ഒരു ലോട്ടറി എന്ന പോലെ IPL ലേലത്തിൽ 25.2 കോടി രൂപ കിട്ടിയത്. ഗ്രീൻ തന്നെ ഒരുപക്ഷെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാവും ആ സമയത്ത്. ഗ്രീനെ ടീമിൽ എടുത്തപ്പോൾ ആന്ധ്ര റസൽ എന്ന IPL എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടറെ പോലെ തന്നെ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും തിളങ്ങുമെന്ന് തന്നെയായിരുന്നു കൊൽക്കത്തൻ മാനേജ്മെന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. എന്നാലും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഇത്രയും നിർണായകമായിട്ടും പന്ത് എറിഞ്ഞതേയില്ല. ഓൾറെഡി കൊൽക്കത്തയുടെ ബോളിംഗ് സ്ട്രെങ്ത് അത്രയും ദുർബലമാണെന്ന് നമുക്കറിയാം. ഹർഷിദ് റാണയില്ല, അതുപോലെ മദീഷ പതിരണയില്ല, ആകാശ് ദീപില്ല, മുസ്താഫിസ് റഹ്മാനും ഒന്നുമില്ല. ഈ സമയത്താണ് പന്തെറിയാൻ പറ്റില്ല എന്ന നിലപാടുമായി ഗ്രീനും നിൽക്കുന്നത്. പത്രക്കാരൻ ഗ്രീൻ എന്തുകൊണ്ട് പന്തെറിയുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് രഹാനെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്രീൻ എന്തുകൊണ്ട് പന്തെറിയുന്നില്ല എന്ന ചോദ്യം നിങ്ങൾ എന്നോടല്ല, നിങ്ങൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയയോടാണ് ചോദിക്കേണ്ടത്. അദ്ദേഹം പന്തെറിയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അവരുടെ അനുമതി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് രഹാനെ പറഞ്ഞത്. 25 കോടി രൂപയും വാങ്ങി പന്തെറിയാൻ പറ്റില്ലെന്ന് പറയുന്ന താരവും പന്തെറിയരുതെന്ന് വിലക്കിയ ക്രിക്കറ്റ് ഓസ്ട്രേലിയയും ശരിക്കും കൊൽക്കത്തയ്ക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകണം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ കർശനമായ വർക്ക് ലോഡ് മാനേജ്മെന്റ് പോളിസിയാണ് ഗ്രീനിനെ ബോളിംഗിൽ നിന്നും മാറ്റി നിർത്താൻ കാരണം. മുംബൈ ഇന്ത്യൻസ് ബാറ്റർമാരായ രോഹിത് ശർമ്മയും റിയാൻ റിക്കിൾട്ടണും കൊൽക്കത്ത ബോളർമാരെ കണക്കറ്റ് പ്രഹരിച്ച് കൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഒരു അധിക ബോളിംഗ് ഓപ്ഷന്റെ അഭാവം ഇന്നലെ കൃത്യമായും കൊൽക്കത്തയുടെ ബോളിംഗ് ആക്രമണത്തിൽ നീളിക്കുകയും ചെയ്തു. മറ്റു ബോളർമാരൊക്കെ നല്ലവണ്ണം തല്ല് കിട്ടിയപ്പോഴും പന്തെറിയാൻ ആളില്ലാത്ത ഒരു അവസ്ഥ. 4 ഓവർ പൂർത്തിയാക്കിയ മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി 48 റൺസാണ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് പോലും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, T20 ലോകകപ്പിന്റെ പാതി മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മിസ്റ്ററിയൊക്കെ നഷ്ടപ്പെട്ട വരുൺ അതിനുശേഷം മറ്റു മത്സരങ്ങളിലൊക്കെയും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. നല്ലവണ്ണം തല്ലുകൊള്ളുന്ന ഒരു രീതിയാണ് ഈ ലോകകപ്പിലെ അവസാന മത്സരങ്ങളിൽ നമ്മൾ കണ്ടത്. അതുപോലെ വൈഭവ് അറോറ 4 ഓവറിൽ 52 റൺസാണ് വഴങ്ങിയത്. സിംബാബ്വെ പേസറായ ബ്ലെസ്സിംഗ് മുസറബാനി ആവട്ടെ 3 ഓവറിൽ 34 റൺസും വിട്ടുകൊടുത്തിരുന്നു. അപ്പോഴാണ് മറ്റൊരു ബോളിംഗ് ഓപ്ഷൻ ഇല്ലാതെ KKR ഉയർത്തത്. നിലവിൽ ഗ്രീനിന് പന്തെറിയാനുള്ള NOC ക്രിക്കറ്റ് ഓസ്ട്രേലിയ നൽകിയിട്ടില്ല. അതാണ് അദ്ദേഹം പന്തെറിയാതിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. പരിക്കിന് ശേഷം തിരിച്ചെത്തിയ ഗ്രീൻ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുകയും T20 ലോകകപ്പ് അടക്കം കളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പന്തെറിയാൻ കുറച്ച് ദിവസം കൂടി അദ്ദേഹം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറയുന്നത്. ഇതോടെ KKRന് ഗ്രീനെ എപ്പോൾ ബോളിംഗിൽ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. ഇതുകൂടാതെ ലേലത്തിലും ഗ്രീൻ വഞ്ചന നടത്തിയെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. ഇത്തവണത്തെ താരലേലത്തിൽ ഓൾറൗണ്ടറായ ഗ്രീൻ ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ് രജിസ്റ്റർ ചെയ്തത്. ലേലത്തിൽ ആദ്യം വിളിക്കുന്നത് ബാറ്റ്സ്മാൻമാരെയാണ്. ഏറ്റവും കൂടുതൽ പേഴ്സിൽ തുകയുള്ള സമയത്ത് തന്നെ ലേലത്തിലേക്ക് എത്താൻ ബാറ്റ്സ്മാൻ എന്ന നിലയിൽ കാമറൂൺ ഗ്രീൻ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത്. ഈ നീക്കം കൃത്യമായി അദ്ദേഹത്തിന് ഫലം കാണുകയും ചെയ്തു. ബാറ്റ്സ്മാൻ എന്ന നിലയിൽ തുടക്കത്തിലെ ലേല ടേബിളിലേക്ക് എത്തിയ ഗ്രീനിനായി പ്രധാനപ്പെട്ട ടീമുകളെല്ലാം ആ സമയത്ത് രംഗത്തെത്തുകയും കോടികൾ ആ സമയത്ത് ലേലം വിളികളായി ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഓൾറൗണ്ടറായി ടേബിളിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു ശതമാനം തുക പേഴ്സിൽ നിന്നും ടീമുകളുടെയൊക്കെയും ഇറങ്ങിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയും ഉയർന്ന തുക ഗ്രീനിന് കിട്ടാൻ സാധ്യത ഇല്ലായിരുന്നു എന്ന് ഇപ്പോൾ അദ്ദേഹം ഓൾറൗണ്ടറായി രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും തുക കിട്ടാൻ സാധ്യത ഇല്ലായിരുന്നു എന്ന് ക്രിക്കറ്റ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഗ്രീൻ നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്: പിഴവ് സംഭവിച്ചു എന്ന് തന്നെയാണ് ഗ്രീൻ പറയുന്നത്. തൻ്റെ മാനേജറാണ് രജിസ്റ്റർ ചെയ്തതെന്നും ഓൾറൗണ്ടർ എന്ന കോളം മാറി ബാറ്റ്സ്മാൻ എന്ന കോളത്തിൽ ടിക്ക് ചെയ്തത് പിഴവാണെന്നുമാണ് ഗ്രീൻ പറയുന്നത്. എന്നാൽ ഇത് പിഴവല്ലെന്നും ബുദ്ധിപരമായ ഒരു നീക്കമാണെന്നും നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും കാമറൂൺ ഗ്രീനെ ഒരു ഓൾറൗണ്ടറായി പരിഗണിച്ചത് KKRന് സംഭവിച്ച ഒരു അബദ്ധമായി മാറിയിരിക്കുകയാണ് ഈ IPL-ൽ.
ബാറ്റിങ്ങിന് മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ഇത്രയും ഉയർന്ന തുക കാമറൂൺ ഗ്രീനിന് നൽകേണ്ട ആവശ്യം ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു അധിക ബോളറെ കൂടി പ്ലേയിങ് 11ലേക്ക് ഉൾപ്പെടുത്താൻ KKR നിർബന്ധിതരാവുകയായിരിക്കും അടുത്ത മത്സരങ്ങളിലെങ്കിലും. ഇതിനിടെ IPL ടീമുകളും അതുപോലെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയും തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡിന്റെ മറ്റൊരു പുതിയ തീരുമാനം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. കൊൽക്കത്തയുടെ ഓൾറൗണ്ടർ ഗ്രീനിന് പിന്നാലെ മറ്റൊരു താരത്തിനും വർക്ക് ലോഡ് നിയന്ത്രിക്കാനെന്ന പേരിൽ ഓസ്ട്രേലിയൻ ബോർഡ് IPL ബോളിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് വിവാദമായിട്ടുള്ളത്. ജോഷ് ഇംഗ്ലീഷിന് പകരം പഞ്ചാബ് കിങ്സ് ടീമിലെത്തിയ ഓൾറൗണ്ടർ കൂപ്പർ കനോലിയോടും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രം കളിക്കാനാണ് ഈ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഇതോടെ അദ്ദേഹത്തെ പാർട്ട് ടൈം സ്പിന്നറായി ഉപയോഗിക്കാൻ ആ ടീമിന് പഞ്ചാബിന് സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ താരങ്ങളുടെ ഫിറ്റ്നസും അന്താരാഷ്ട്ര മത്സരങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് ഈ തീരുമാനങ്ങൾ എടുത്തതെന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറയുമ്പോഴും IPL ഫ്രാഞ്ചൈസികൾ വലിയ തുകയ്ക്ക് സ്വന്തമാക്കുന്ന ഈ താരങ്ങളുടെ പൂർണ്ണ സേവനം അല്ലെങ്കിൽ സേവനങ്ങൾ പരിമിതപ്പെടുത്തുന്ന പ്രൊഫഷണൽ സമീപനം അല്ല ഇത് എന്ന വിമർശനവും ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പരിക്കിന്റെ പേരിൽ വൻ തുകയ്ക്ക് ടീമുകൾ സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ താരങ്ങൾ ടൂർണമെന്റിൽ നിന്നും പൂർണ്ണമായോ ഭാഗികമായോ പിൻവാങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസണിലടക്കം. ഇതൊക്കെയും പല ടീമുകളുടെ കോമ്പിനേഷനെയും ബാധിച്ചിട്ടുണ്ട്. ഏതായാലും ഏപ്രിൽ 2 സ്വന്തം തട്ടകത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് കൊൽക്കത്തയുടെ അടുത്ത മത്സരം. ആ മത്സരത്തിന് മുമ്പെങ്കിലും ഗ്രീനിന് പന്തെറിയാൻ പച്ചക്കൊടി നൽകുമോ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്.